അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷനൂഫ വേർഡ്. പ്രാവുകളുടെ ശബ്ദം കേൾക്കാൻ എന്തൊരു രസമാണ് അല്ലേ? അതിൻ്റെ നിറങ്ങൾ കണ്ടാസ്വദിക്കാനും നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് പ്രാവിനെ കുറിച്ച് ചെറിയൊരു അറിവ് പകർത്താം. അവസാനം വരെ വീഡിയോ കാണുക. അപ്പോൾ തുടങ്ങാം. പ്രകൃതിയിൽ 300ഓളം വ്യത്യാസമായ പ്രാവുകളുണ്ട്. 3000 രൂപ മുതൽ 25,000 രൂപ വരെ വിലയുള്ള പ്രാവുകളാണ് ലഭ്യമുള്ളത്. കിങ് പ്രാവുകൾ, കൊയ്യോളം വലുപ്പമുള്ള പ്രാവുകളും ലഭ്യമുണ്ട്. ഇതിൻ്റെ തൊണ്ടയുടെ ഒരു ഗ്രന്ഥിയിൽ മുട്ടയിടുന്നതിൻ്റെ 5 ദിവസം മുമ്പ് പാൽ ഉൽപ്പാദിക്കുന്നു. മുട്ടയിട്ടതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് 2 ആഴ്ച വരെ പ്രാവുകൾ പാൽ കൊടുക്കുന്നു. പ്രാവുകൾക്ക് 5-6 മാസം ആകുമ്പോഴാണ് പ്രായമാകുന്നത്. 15-20 വർഷം ജീവിക്കാനും പ്രാവുകൾക്ക് കഴിയുമെന്നാണ് പഠനമുള്ളത്. പ്രാവുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായ പാഠം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷമം പറഞ്ഞു. മുത്തു നബിയെ, എനിക്ക് വല്ലാത്ത ബോറടിക്കുന്നു. തനിച്ചിരിക്കുമ്പോൾ വല്ലാത്ത ഒരു ഫീലിംഗ്. ഞാൻ എന്ത് ചെയ്യണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, ഒരു ജോഡി പ്രാവുകളെ നീ വളർത്തുക എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങളുടെ വീട്ടിൽ നല്ല ശബ്ദം ഉണ്ടാക്കുന്ന പ്രാവുകളെ വളർത്തുക. കാരണം പിശാചുകളിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള കഴിവ് ആ പ്രാവുകൾക്കുണ്ടാകുമെന്നാണ്. എന്നാൽ പ്രാവുകളെ ഒരു കൂട്ടിലിട്ട് അടച്ചുപൂട്ടി വളർത്തുന്നതിനെക്കുറിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്തു പറയുന്നു? നമുക്ക് അറിയേണ്ടതും അതുതന്നെയല്ലേ? നമ്മളിൽ ഒരുപാട് ആൾക്കാർ വീട്ടുകളിൽ പ്രാവ് വളർത്തുന്നവരാണല്ലോ. പലരും പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാവുകളെ വളർത്തുന്നു. യാഥാർത്ഥ്യത്തിൽ കർമ്മശാസ്ത്രം എന്തു പറയുന്നു ഒന്ന് നോക്കിയാലോ? പ്രാവുകളെ അതിൻ്റെ മാംസത്തിന് വേണ്ടിയും നേരപ്പോക്കിന് വേണ്ടിയും അതിൻ്റെ ശബ്ദം മറ്റു കാര്യങ്ങളൊക്കെ ശ്രവിച്ചുകൊണ്ട് നേരപ്പോക്കിന് വേണ്ടി വളർത്തുന്നതും അനുവദനീയമായ കാര്യമാണ്. ഒരുപാട് ഇമാമിങ്ങൾ പ്രാവിനെ കൂട്ടിലിട്ട് വളർത്തുന്നതിനെ ഹലാലായ അനുവദനീയമായ കാര്യമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ നിബന്ധനയുമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പക്ഷികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് പരാതി പറയുന്നുണ്ട്. എന്നെ വളർത്തിയിരുന്ന അടിമയെക്കുറിച്ച് ഭക്ഷണം തരുന്നില്ല, എന്നെ ഒരുപാട് അദാബ് ചെയ്തു എന്ന്. ഭക്ഷണം കൊടുക്കാതിരിക്കൽ പ്രശ്നമാണ്. അപ്പോൾ നാം നമ്മുടെ വീട്ടുകളിൽ വളർത്തുമ്പോൾ കൃത്യമായി നല്ല കൂടുണ്ടാക്കി എല്ലാ സുരക്ഷിതത്വവും മൃഗങ്ങൾ പിടിക്കാതെ നല്ല രൂപത്തിൽ സുരക്ഷിതത്വം ഏർപ്പെടുത്തി ഭക്ഷണം പാനീയവും കൊടുത്ത് നാം പരിപാലിക്കുകയാണെങ്കിൽ അത് തെറ്റുള്ളതല്ല എന്നാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത്. പക്ഷേ പരസ്പരം മത്സരം വെച്ചിട്ടുള്ള കളി അത് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയുമാണ്. മറ്റുള്ളവരുടെ പ്രാവിനെ മോഷ്ടിക്കുന്നതും അടിച്ചു മാറ്റുന്നതും ഒരു ശൈലിയാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അത് പാടില്ല എന്നാണ്. അത്തരക്കാരുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രേഖപ്പെടുത്തിയതും ശൈത്താനിനെ പിന്തുടരുന്ന ഒരു ശൈത്താനാണ് ഇവൻ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ പ്രാവുകളെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ലവ് ബേർഡ്സ് ആയാലും ഈ രീതി ആ പറവകൾക്കും ബാധകമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രാവിനെ സ്വപ്നം കണ്ടാൽ വെളുത്ത പ്രാവിനെയാണ് കാണുന്നത് എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം കണ്ട ആൾക്ക് ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും, നല്ല സന്തോഷമുണ്ടാകും. വിവാഹം കഴിക്കാത്ത ആളാണെങ്കിൽ നല്ല ഒരു ഇണയെ ലഭിക്കും എന്നാണ്. ഇനി വെളുത്ത പ്രാവിനെ അറക്കുന്നതായി കണ്ടാൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില തർക്കങ്ങളും പലരുമായി പിണക്കങ്ങളും ഉണ്ടാകും എന്നതാണ്. ഇനി വെളുത്ത പ്രാവിൻ്റെ മുട്ടയാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ ധാരാളം സമ്പത്തും അദ്ദേഹത്തിന് ലഭിക്കും. ഇനി പ്രാവുകളുടെ ശബ്ദമാണ് കേൾക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് ചില ആളുകളുമായി വേർതിരിയാൻ അത് കാരണമാകുമെന്നാണ്.
വെള്ളപ്രാവിനെ മുട്ടയാണ് കാണുന്നതെങ്കിൽ വിജയത്തിന് കൈവരിക്കാൻ കഴിയും എന്ന് വ്യാഖ്യാനത്തിൽ കാണാം. ഇനി ഒരാൾ കറുത്ത പ്രാവിനെയാണ് കാണുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തർക്കങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് വിഷമം പിടിച്ച സംഗതികളും ഉണ്ടാകും. വിവാഹം കഴിച്ച ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ത്വലാഖടക്കം സംഭവിക്കുമെന്നാണ്. ഇനി മയ്യത്തായി കിടക്കുന്ന പ്രാവിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് രോഗത്തെയും വിഷമത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടപ്പെട്ട ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. കൂടെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അറിവുള്ള കാര്യമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.